ഹലോ, ഇന്ന് ഞാനൊരു ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മളിന്ന് തയ്ക്കാൻ പോകുന്ന ബ്ലൗസിൻ്റെ ബേസിക് മെഷർമെൻറ്റ്സ്. എല്ലാവരും കണ്ടല്ലോ. നമുക്കിനി കട്ടിങ്ങിലേക്ക് കിടക്കാം. മെറ്റീരിയൽ നന്നായി അയൺ ചെയ്ത് കറക്റ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഷോൾഡർ വന്നത് ടോട്ടൽ ലെങ്ത്ത് വന്നത് 14, 1 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് ആഡ് ചെയ്യുമ്പോൾ 15. അത് ഇതുപോലെ മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. നമുക്കിനി ഷോൾഡർ 5 ഇഞ്ച്, 30 ചെസ്റ്റ് അളവ്. 30 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ആൾക്ക് 5 ഇഞ്ച് ഷോൾഡർ മതി. ഷോൾഡർ തന്നെ കൈക്കുഴി ഇതുപോലെ വേരിയേഷനിലാണ്ടിരിക്കാൻ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് ആ ലൈൻസ് ജോയിൻ്റ് ചെയ്ത്, ഇനി നമുക്ക് കൈക്കുഴിക്ക് വേണ്ടി ഒന്ന് മതി, 1 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി. ചെസ്റ്റ് അളവ് 8.25, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അടിവണ്ണം 24. അപ്പോൾ നമുക്ക് അതിൻ്റെ 4/1 6 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് കുഴിച്ച് വരച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തുണി തെന്നി മാറുമ്പോൾ അടിയിലൊക്കെ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ക്രോസ് കട്ടിംഗ് ആണ് ബ്ലൗസ് കൊടുക്കുന്നത്. നമുക്ക് മെറ്റീരിയൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വിരിച്ചിട്ടതിന് ശേഷം ഫ്രണ്ട് പീസ് നമുക്ക് ഇതുപോലെ ക്രോസ് നമുക്ക് അടിഭാഗത്തൊരു 2.25 നമുക്ക് കിട്ടണം. അപ്പോൾ അത് കിട്ടത്തക്ക രീതിയിൽ നമ്മളൊന്ന് ചരിച്ച് കിട്ട് നോക്കണം, കറക്റ്റ് ചെയ്ത് നമുക്ക് മെറ്റീരിയൽ കിട്ടുമെന്ന്. ഞാനത് കറക്റ്റ് ചെയ്ത് ക്രോസ് ആക്കി വിരിച്ചിട്ടിട്ടുണ്ട്. താഴേയിൽ 2.25 അടയാളപ്പെടുത്തുക. അടിയിലേക്ക് ഇതുപോലെ 1 ഇഞ്ച്. നമുക്ക് ടക്കൊക്കെ ഇടുമ്പോൾ മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2.25 എക്സ്ട്രാ സൈഡിലേക്ക് ആഡ് ചെയ്തത്. നമുക്കിനി അതൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. നമ്മൾ കൈക്കുഴി ജോയിൻ്റ് ചെയ്ത് കൊടുത്തുനിന്ന് താഴെയിലേക്ക് 2.25 വരച്ചു കൊടുത്തേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. നമുക്കത് ഓപ്പൺ വന്ന സ്ഥലമാണത്. അവിടേക്ക് ഒരു 1/4 ഇഞ്ച്, കാരണം നമുക്ക് അവിടെ പടിയൊക്കെ പിടിപ്പിക്കേണ്ടതാണ്. ഹുക്സും നമുക്ക് ജോയിൻ്റ് ചെയ്യേണ്ട സ്ഥലമൊക്കെയാണത്. അപ്പോൾ 1/4 ഇഞ്ച് തള്ളി ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിടണം. ഇനി നമുക്ക് കൈക്കുഴി ഇത് ബാക്ക് പീസിൻ്റെ ഇതിൽ കൂടി തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം. ഇനി നമുക്ക് ബാക്ക് പീസ് വെച്ച് നമ്മൾ ചെയ്ത മാർക്കിങ്സാണ് ഞാനിത് കാണിക്കുന്നത്. നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി പേര് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്കപ്പോൾ വേഗം കിട്ടും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്ക് പീസ് നെക്ക് വിഡ്ത്ത് വന്നത് 2.25. 2.25 ഇതുപോലെ മുകളിലും താഴെയും മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇതുപോലെ ബോക്സ് ആക്കിയെടുത്ത് ഇതിൽ നമുക്ക് ബാക്കിൻ്റെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഇതുപോലെ കുറച്ച് ഞാൻ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് മാർക്ക് ചെയ്തെടുത്തത്. അത് നമുക്കിനി കട്ട് ചെയ്ത് ബാക്ക് പീസ് മാറ്റാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ മുഴുവനും കാണണം. ആദ്യമേ തുണിയിലേക്ക് കട്ട് ചെയ്യാണ്ട് വീഡിയോ കണ്ടതിന് ശേഷം മെറ്റീരിയൽ കട്ട് ചെയ്യാനെടുക്കുക. ഇനി ഇത് ഫ്രണ്ട് പീസിലേക്ക് നമ്മൾ നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തുകയാണ്. നെക്ക് വിഡ്ത്ത് 2.25. നമ്മളൊരു 1/4 ഇഞ്ച് തള്ളിയാണ് നമ്മളിത് കട്ട് ചെയ്തത്. അപ്പോൾ 2.5 എടുക്കണം. 2.5 ഇതുപോലെ 2.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം നമ്മൾക്ക് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച്, എനിക്കിപ്പോൾ 5.25 മതി. ഞാനപ്പോൾ അത് അടയാളപ്പെടുത്തുകയാണ്. ഇതുപോലെ നമ്മൾ 5.25 മാർക്ക് ചെയ്ത് ഒരു 1/4 ഇഞ്ച് വിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി
ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് താഴെ, നെക്കിന് വരച്ചാക്കുന്ന ലൈനിൽ നിന്ന് 1/2 ഇഞ്ച് താഴെ. ഇതുപോലെ ടേപ്പ് സ്ട്രെയിറ്റായിട്ട് പിടിച്ച് ഫസ്റ്റ് ഡാർട്ടിനുള്ള പോയിൻ്റ് ചെയ്യുക. ഇതാണ് ആദ്യത്തെ ഡാർട്ടിൻ്റെ പോയിൻ്റ്. ഇനി ആ ഡാർട്ടിൻ്റെ മുകളിൽ നിന്ന് 2.25 ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. ഇനി താഴെ നിന്ന് 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. നമ്മൾ ആ ഡാർട്ടിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലേ, ആ ലൈനിന് സ്ട്രെയിറ്റ് തന്നെ പിടിച്ചതിന് ശേഷം 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇപ്പുറത്തെ സൈഡും 4 ഇഞ്ച് തന്നെ. എന്നിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വരച്ചെടുക്കുക. 2 സൈഡ് 4, ആ സെൻറ്ററല്ല, നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നിൽക്കുന്നത് അതിൻ്റെ താഴേക്ക് 3.5 ഇട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഒരു 1/4 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ചരിച്ചതുപോലെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ബ്ലൗസൊക്കെ തയ്ച്ചിടുമ്പോൾ ആ പടിയുടെ പോർഷനിൽ ഒരു ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ വരച്ചാക്കുന്ന നേരെ താഴേയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇനി ടേപ്പ് വെച്ച് 1 ഇഞ്ച് വീതം 2 സൈഡിലേക്കും പോയിൻ്റ് ചെയ്ത് ഇതുപോലെ ഡാർട്ടിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയെടുക്കുക. മുക്കാലിഞ്ച് ഈ അറ്റത്ത് ടേപ്പ് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്യണം. അപ്പുറത്തെ സൈഡ് 3/4 ഇഞ്ച്. അത് രണ്ടും ആ സെൻറ്ററിലത്തെ മാർക്കിലേക്കല്ല, നമ്മൾ 1 ഇഞ്ച് ഇതുപോലെ വിട്ടില്ലേ ആ ലൈനിലേക്ക് ഇതുപോലെ ചരിച്ച് വരയ്ക്കണം. 2 സൈഡിലും ആ 1 ഇഞ്ച് വരച്ചാക്കുന്ന ആ പോയിൻ്റിൽ നിന്ന് ഇതുപോലെ 3/4 ഇഞ്ച് തള്ളിയോടത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നമ്മുടെ ഡാർട്ടിൻ്റെ ആ ഷേപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആ ബ്രസ്റ്റിൻ്റെ കട്ടിങ്സിൻ്റെയൊക്കെ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി കഴുത്ത് വെട്ടണം. കഴുത്ത് വെട്ടിയതിന് ശേഷം അറ്റത്തുനിന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ അറ്റത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ കയറ്റി അടയാളപ്പെടുത്തി അവിടെയും ഒന്ന് ചരിച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ ഹുക്ക് ഇടുമ്പോൾ നമ്മുടെ കഴുത്തൊക്കെ മലന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ 1/4 ഇഞ്ച് തള്ളി കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ അവിടെ ഒരു ടൈറ്റ് കിട്ടില്ല നെഞ്ചിൻ്റെ പോർഷനിൽ, അപ്പോൾ ഷോൾഡർ ഇടിഞ്ഞിടിഞ്ഞ് പോരും. അതൊഴിവാക്കാനാണ് ഇങ്ങനെ 1/4 ഇഞ്ച് കട്ട് ചെയ്തത്. ഇനി നമുക്ക് പടി തയ്ക്കാൻ വേണ്ടിയിട്ട് അടിവണ്ണം 6 ഇഞ്ച്, അതിൻ്റെ ഒപ്പം 1/4 ഇഞ്ച് നമ്മൾ പടി തയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു 1/4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ 6.25 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്കിതുപോലെ ചരിച്ചൊരു വരയ്ക്കാം. നമുക്കിനി ഡാട്ടൊന്ന് തയ്ക്കുന്ന പോലെ ഒന്ന് പിടിച്ച് നമുക്ക് കറക്റ്റാണെന്ന് നോക്കുക. ഒരു 1/4 ഇഞ്ച് ഡിഫറൻസ് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് വെട്ടിയെടുക്കാം. നമുക്ക് ഇത്രയും തുണി ഉണ്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡയറക്റ്റ് തുണിയിലേക്ക് വരച്ച് വെട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ പേപ്പറിൽ വരച്ച് വെട്ടുക. നമുക്കപ്പോൾ ആ പേപ്പർ നമുക്ക് കറക്റ്റ് ചെയ്ത് വരച്ചാൽ മതി. ഇതുപോലെ 3ാമത്തെ ഡാർട്ട് ആ പോയിൻ്റിൽ നിന്ന് 1.5 ഇഞ്ച് തള്ളി ഇതുപോലെ വരയ്ക്കുക. ഇനി നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. അടിവണ്ണം വന്നത് 4.5 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ വരച്ച് നമുക്കിനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കട്ടിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ഇത് പടിക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിനി ലൈനിങ് നമ്മൾ കറക്റ്റ് ചെയ്താണ് വെട്ടിയാക്കുന്നത്. ഇതെല്ലാം വെച്ച് നമുക്ക് ഫ്രണ്ട് പീസ് നല്ല മെറ്റീരിയൽ നമുക്ക് ഇതെല്ലാം വെച്ച് കട്ട് ചെയ്തെടുക്കാം.
പേപ്പറിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈനിങ് മെറ്റീരിയലും നല്ല മെറ്റീരിയലൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. കാരണം കസ്റ്റമർ എപ്പോഴും 1 മീറ്റർ ക്ലോത്തൊക്കെ ആയിരിക്കും നമുക്ക് കൊണ്ടു തന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ലൈനിങ്ങിലേക്കൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് തുണി കുറവായിരിക്കുള്ളൂ. ക്രോസ് പീസിനും പിന്നെ പടി തയ്ക്കാനൊക്കെ വേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ പേപ്പറിലേക്കാണ് ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പേപ്പർ വെച്ച് നമുക്ക് ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ക്രോസാണ്. നമ്മൾ മെറ്റീരിയലും അതുപോലെ ക്രോസിൽ തന്നെ ഇടണം. അതൊരിക്കലും മറന്നു പോകരുത്. ഫ്രണ്ട് പോർഷൻ വെട്ടുമ്പോൾ മെറ്റീരിയൽ അത് കറക്റ്റ് ചെയ്ത് തന്നെ പിടിച്ചിടണം. ക്രോസ് പീസ് വെട്ടണ സമയത്ത് ക്രോസാക്കി തന്നെ തുണിനെയും ഇടണം. ഇനി നമുക്ക് ലൈനിങ്ങിൽ നമ്മൾ വരച്ചാക്കുന്ന ഡാട്ട്സിൻ്റെയൊക്കെ പോയിൻ്റ് രണ്ടാമത്തെ ലൈനിങ്ങിലേക്ക് ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടി ജോയിൻ്റ് ചെയ്തെടുക്കാം. ഈ സമയത്താണ് നല്ല പീസ് നമ്മൾ ഇച്ചിരി കൂടുതലായിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ അനുസരിച്ച് നമുക്ക് അതൊക്കെ കറക്റ്റ് ചെയ്ത് എക്സസ്സായി നിൽക്കുന്ന വശങ്ങളെല്ലാം കട്ടൊക്കെ ചെയ്തെടുക്കാം. ഈ തുണി പെട്ടെന്ന് പിടുത്തം കിട്ടാത്തൊരു ടൈപ്പ് തുണിയാണ്. നമ്മൾ പിടിക്കുമ്പോഴേക്കും അത് വലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് തുണിയാണ്. ഇനി നമുക്ക് ഡാട്ട്സിൻ്റെയൊക്കെ ആ പോയിൻ്റ് ഒന്ന് ലൈറ്റ് കളറിലാണ് നിന്നത്. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ ഡാർട്ടിൻ്റെ ഷേപ്പിൽ നമുക്കിതുപോലെ അടിച്ചെടുക്കാം. നിങ്ങളെല്ലാവരും ഞാനീ കാണിച്ചു തന്ന രീതിയിലൊന്ന് വെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് വഴി അറിയിക്കണം. നിങ്ങൾക്കിത് കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെ ആവണമെങ്കിൽ എൻ്റെ ചാനൽ വന്നൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഇത് കറക്റ്റാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇത് നിങ്ങൾക്ക് കറക്റ്റായിരിക്കുള്ളൂ. നമുക്കിതുപോലെ ഡാട്ടൊക്കെ അടിക്കുമ്പോൾ നല്ല മെറ്റീരിയലും ലൈനിങ്ങും കൂടി ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്കിതുപോലെ അടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അടിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് ചിലപ്പോൾ അതിൽ പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കപ്പ് സൈസൊക്കെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. വേരിയേഷൻസ് ഒന്നുമില്ല. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പടി തയ്ച്ചെടുക്കാം. പടിയൊക്കെ തിരിഞ്ഞ് പോകരുത് തയ്ക്കുമ്പോൾ. ഒരു വശത്തേക്കുള്ളത് രണ്ടും ഒരു വശത്തേക്കുള്ളത് ആവാണ്ടൊക്കെ ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് രണ്ട് വശത്തേക്കുള്ള പടി നല്ല രീതിക്ക് കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നമുക്കിനി പടിക്ക് വേണ്ടിയിട്ട് ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടി അടിച്ചെടുക്കുക. അടിഭാഗം ഇതുപോലെ പതിപ്പിച്ച് തയ്ച്ചെടുക്കണം. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ ഒന്ന് സമാധാനത്തിലിരുന്ന് കാണുക. അതിനുശേഷം നമുക്ക് മനസ്സിലായതിന് ശേഷം മെറ്റീരിയലിലേക്ക് വരച്ചെടുക്കുക. അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ കണ്ടാൽ മതി. ആദ്യം തന്നെ വീഡിയോൻ്റെ ഒപ്പം തന്നെ കണ്ടും കൊണ്ട് തുണി ഒരിക്കലും കട്ട് ചെയ്യരുത്. വീഡിയോ ആദ്യം കണ്ട് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതിന് ശേഷം മെറ്റീരിയലിലേക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഇത് ഓണത്തിൻ്റെ കേരള സാരിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബ്ലൗസാണ്. ഇപ്പോൾ നമ്മുടെ കോളേജുകളിലും സ്കൂളിലും ഓഫീസുകളിലൊക്കെ ഓണം സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടൈം ആവണേണ്. അതിക്ക് മുന്നേ നമുക്ക് കസ്റ്റമർ തന്നാക്കണതാണ്. എല്ലാ ഭാഗത്തും ഇതുപോലെ അടിപ്പിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ തുണി നമ്മൾ തയ്ക്കുന്ന സമയത്ത് തെന്നി മാറിപ്പോയി കഴിഞ്ഞാൽ തയ്ച്ച് കഴിയുമ്പോഴായിരിക്കും ചില സമയത്ത് നമ്മൾ കാണുന്നത് വിട്ട് നിൽക്കുന്നതായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ തയ്യൽ ഒന്നും കൂടി അഴിക്കേണ്ടിയൊക്കെ വരും. അങ്ങനെയൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട് ആദ്യം തയ്ക്കുന്ന സമയത്തൊക്കെ. നമ്മൾ എല്ലാവരും ഒന്ന് 4 വശവും ഒന്ന് ഇതുപോലെ ഷേപ്പിൽ അടിച്ചെടുക്കണം. ലൈനിങ്ങിൻ്റെ അടയാളത്തിൽ നല്ല മെറ്റീരിയലിനെ കട്ട് ചെയ്ത് മാറ്റണം.
ലൈനിങ് ആണ് നമ്മൾ കറക്റ്റ് അളവിൽ വെട്ടിയാക്കുന്നത്. ഇനി നമുക്ക് 2 പീസിലേക്കും പടി തയ്ച്ച് ചേർക്കാം. നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് കാണുന്നുണ്ട്, വേഗം സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കിയേ. എനിക്കപ്പോൾ ഇനിയും വീഡിയോകൾ ഇടാനായിട്ടൊരു പ്രോത്സാഹനമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വേഗം ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. നമുക്കിനി ഓണം ഇട്ട് കുറച്ചും കൂടി പ്രിൻസസ് കട്ട് ബ്ലൗസ്, ഇതുപോലെ ഡാർട്ടിൻ്റെ ബ്ലൗസുകളൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ പുറകിലിടാം. ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് പടിയൊക്കെ തയ്ച്ചെടുക്കാം. നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ പടി വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ പടിയൊക്കെ വെച്ചെടുക്കാം. പടിയുടെയും ആ കപ്പ് സൈസിൻ്റെയൊക്കെ മെറ്റീരിയലിൻ്റെയൊക്കെ കറക്റ്റ് ചെയ്ത് പിടിച്ച് ഇതുപോലെ അടിയിൽ മെറ്റീരിയലൊക്കെ ഉണ്ടാകും നോക്കി അതൊക്കെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ തയ്ച്ച് ഒരു തയ്പ്പും കൂടി കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേരിയേഷൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കൊന്നും വേരിയേഷൻസ് ഒന്നുമില്ല, എല്ലാ പോയിൻറ്റുകളും 2 സൈഡിലും കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്ക് പീസ് ലൈനിങ്ങും നല്ല വശവും നല്ല മെറ്റീരിയലും കൂടി ഇതുപോലെ തയ്ച്ചെടുക്കാം. ഞാനൊരു സേഫ്റ്റി പിൻ കുത്തി വെക്കുന്നുണ്ട്, കാരണം മെറ്റീരിയൽ ഒരു തെന്നുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. കോട്ടനൊക്കെ ആണെങ്കിൽ നമുക്ക് പിടിച്ചാൽ കിട്ടും. ഇത് തെന്നിപ്പോണ ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ സേഫ്റ്റി പിന്നൊക്കെ കുത്തി സെക്യൂർ ചെയ്ത് വെച്ചാണ് തയ്ച്ചെടുക്കുന്നത്. നമുക്കിനി എല്ലാ വശവും തയ്ച്ചെടുക്കാം. ഈ ബ്ലൗസ് തയ്ക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. സ്ലീവ് ജോയിൻ്റ് ചെയ്യുകയാണ്. ലൈനിങ് പീസും നല്ല മെറ്റീരിയലും കൂടി ജോയിൻ്റ് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കൈയുടെ സ്ലീവിന് വേണ്ടിയിട്ടുള്ളത് മടക്കി തയ്ക്കുകയാണ്. 2 കൈയും നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടി നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ഷോൾഡർ ജോയിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹുക്കൊക്കെ വെക്കാനുള്ള പടി തയ്ക്കണത്. നമുക്ക് ആദ്യം തന്നെ ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുത്ത് കൈ വെക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെയാണ് ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് സ്ലീവൊക്കെ വെച്ചിട്ടാണ് പടി വെക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പടി വെച്ച് താഴത്തെ പടി വെച്ചതിന് ശേഷം നമുക്ക് ഹുക്കൊക്കെ വെക്കാനുള്ള ആ പടിയൊക്കെ തയ്ച്ചെടുത്തിട്ട് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. അത് നമ്മുടെയൊക്കെ ആ ഒരു ഇണക്കം പോലെ ചെയ്യാം. 2 ഷോൾഡറും ജോയിൻ്റ് ചെയ്തെടുത്ത് സ്ലീവ് കൂട്ടാം നമുക്ക്. ഈ സമയത്ത് എന്തെങ്കിലും ആ കൈക്കുടയിലൊക്കെ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. തുണി കുറേ കട്ട് ചെയ്ത് കളയരുത്,
ആ വേരിയേഷൻസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് അതൊന്നും വന്നിട്ടില്ല, കറക്റ്റായിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണതാണ് ഞാനിപ്പോൾ. കാരണം നമുക്ക് വേരിയേഷൻസ് ഒന്നും വരാണ്ട് സ്ലീവും ബോഡി പോർഷനും കൂടി കറക്റ്റ് വന്നിട്ടുണ്ട്. ഈ വശത്ത് ചെറിയൊരു വേരിയേഷൻ നമ്മൾ നിവർത്തിയിട്ടപ്പോൾ വന്നിട്ടുണ്ട്. ഇതുപോലെ കൈക്കുഴി മൊത്തത്തിൽ കുഴിച്ച് കട്ട് ചെയ്ത് കുളമൊക്കരുത്, ചെറുതായിട്ട് ഇതുപോലെ വേരിയേഷൻസ് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. ഞാൻ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ ഞാൻ സ്ലീവ് ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യണത്. ഇനി നമുക്ക് പടി തയ്ച്ചെടുക്കാൻ പറയുന്നത്. ഇത് റൈറ്റ് സൈഡിലേക്ക് ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല വശത്തുനിന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പീസ് ഇതുപോലെ വെച്ചടിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കണം. നമുക്ക് പറഞ്ഞു വരുമ്പോൾ എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല, കാരണം നമ്മുടെ പ്രൊഫഷൻ ടീച്ചിങ് അല്ലല്ലോ നമുക്കത് കറക്റ്റ് ചെയ്ത് പറയാനായിട്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ഹുക്ക് വന്ന് പൂട്ടുന്ന വശം അതടിച്ചെടുക്കുകയാണ്. അത് ലെഫ്റ്റ് സൈഡ് ഇതുപോലെ ചീത്ത വശത്തുനിന്ന് സ്ട്രെയിറ്റ് പീസ് ഇതുപോലെ തയ്ച്ച് നമ്മൾ നല്ല വശത്തേക്ക് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഒന്ന് പതിപ്പിച്ച് തയ്ച്ചു കൊടുക്കുക. ഇതിനൊക്കെ ഒറ്റടിപ്പല്ലേ നമ്മൾ ഇടുന്നുള്ളൂ. ഒന്ന് പതിപ്പിച്ച് തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സെക്യൂറായിട്ട് ഇരുന്നോളും. ഞാൻ പതിപ്പിച്ച് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഈ സമയത്ത് മറ്റേ ഹുക്ക് കൂട്ടാനായിട്ട് നൂലും കൊണ്ട് ചെയ്തെടുക്കില്ല, ഈ മെറ്റീരിയൽ തന്നെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതുപോലെ കഴുത്തിൻ്റെ അവിടെ നിന്നൊരു 1/2 ഇഞ്ച് താത്തിയതിന് ശേഷം സെൻറ്റർ ഇതുപോലെ കണ്ട് 5 ഹുക്ക് കൂട്ടാനായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. മെറ്റീരിയൽ ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇനി ആ ഒരു ത്രികോണം പോലത്തെ ഒരു ഷേപ്പില്ലേ അതിൽ തയ്ച്ചെടുക്കാം. അപ്പം ഡയറക്റ്റ് നമുക്ക് ഹുക്ക് ഇതിലേക്ക് കൂട്ടിയാൽ മതി. ഞാനൊന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ മാർക്ക് ചെയ്ത് കൊടുത്തെത്തുമ്പോൾ ഇതുപോലെ കുത്തി നിർത്തി ഇങ്ങനെ ചരിച്ച് ഇതുപോലെ ചെയ്തെടുക്കണം. എൻ്റെ ശബ്ദത്തിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. പനിയായിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇവിടെ പിള്ളേർക്കും പനിയാണ്, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസമുള്ളത്. കഴുത്തിൻ്റെ അടുത്തുള്ള ആ ഒരു ഹുക്സ് എത്തുമ്പോഴേക്കും നമുക്ക് ഒറ്റ അടിപ്പ് കൊടുത്താൽ മതി. കാരണം നമ്മളിനി ക്രോസ് പീസൊക്കെ വെച്ച് അടിച്ചൊക്കെ എടുക്കുമ്പോഴേക്കും അത് കറക്റ്റായി വന്നോളും. ഇതുപോലെ ചരിച്ച്
ആ ഒരു സ്റ്റിച്ച് മാത്രം മതി. ഇനി കഴുത്തിനടിക്കാനുള്ള ക്രോസ് പീസ് എല്ലാം നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. നല്ല വശത്തേക്ക് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് നമുക്ക് ഇപ്പുറത്തെ കഴുത്തിൻ്റെ പോർഷനിലേക്ക് അടിച്ചെടുക്കാം. ഇനി ചെറിയ ചെറിയ കട്ടിങ്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ക്രോസ് പീസ് ഇതുപോലെ പതിപ്പിച്ച് തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ തയ്ക്കില്ല, ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്.